അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ എല്ലാ പോരിശയും കിട്ടാൻ നമ്മളെല്ലാം ദുആരിക്കുകയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകളും, പ്രത്യേകിച്ച് അതിൻ്റെ പോരിശ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉമ്മമാരും ഉപ്പമാരും മുടങ്ങാതെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു അമലാണ് മുഹറമിൻ്റെ ആദ്യ ദിനം തന്നെ 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം എഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി സൂക്ഷിക്കുന്നതിൻ്റെ 113 വട്ടം എഴുതുന്നതിൻ്റെ മഹത്വം ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊല്ലം മുഴുവൻ, ഒരു വർഷം, ഈ ഒരു പുതിയ വയസ്സ് മുഴുവൻ, ഒരു കൊല്ലം മുഴുവൻ മക്രൂഹായ വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടാകില്ല. ആഫാത്ത്, മുസീബാത്തുകൾ, രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ, ഇതൊന്നുമില്ലാതെ മുഴുവൻ ഹാപ്പിനെസ് കിട്ടാൻ അള്ളാഹിൻ്റെ കാവൽ പ്രത്യേകം ഉണ്ടാകാൻ ഒരു കാരണമാകും എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം എഴുതുമ്പോൾ ഒരു 10-11 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താലേ അതിൻ്റെ പൂർണ്ണ കൂലി കിട്ടൂ. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം എഴുതൽ മാത്രമല്ല, അത് ഓതൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം കൊണ്ടുള്ള ഒരു തവസ്സുൽ ദുആ ഉണ്ട്. നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്തതാണ്. ആ ദുആ കൂടെ നമ്മൾ ചേർത്തി ഇതിന് ശേഷം ഓതിയാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ 100 മാർക്ക് നമുക്ക് കിട്ടാൻ പോവാം, അല്ലെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ ഈ പരിശുദ്ധമായ അമലിൻ്റെ മുഴുവൻ പോരിശയും കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് എണ്ണി പറഞ്ഞു പോകാം, ഓടിച്ച് പറഞ്ഞു പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ആദ്യമായിട്ട് ഈ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ തന്നെ വുളു ഉണ്ടായിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വുളുവോടുകൂടെ വേണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അൽഹംദുലില്ലാഹ്, ഒരു മുത്തലക്കായ സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം. എൻ്റെ ഈ ഒരു വർഷത്തിൻ്റെ എല്ലാ മുസീബത്ത് പ്രയാസങ്ങളും നീങ്ങിപ്പോകണം, ഖൈറുകൾ മുഴുവൻ കിട്ടണം എന്നൊരാവശ്യം മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ട്, ആ പ്രയാസം നീങ്ങി കിട്ടണം ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ അമൽ ചെയ്യണം. പ്രത്യേകിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് പരമാവധി ഇരുന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരയും കുറിയൊന്നും ഇല്ലാത്ത വൈറ്റ് പേപ്പറാണ് നമ്മൾ അതിനു വേണ്ടി എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സാധാരണ മുസ്ഹഫിൽ എഴുതിയ പോലെ കൂട്ടി ഇങ്ങനെ എഴുതിയാൽ പോരാ. ഓരോ ഹർഫും വേറിട്ട് ഒന്നൊന്നിൽ മുട്ടാതെ തട്ടാതെ എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ അതിന് ബാ എഴുതുമ്പോൾ അതിൻ്റെ പുള്ളി ഇടും, ബായിൻ്റെ പുള്ളി. അതേപോലെ തന്നെ അള്ളാഹ് എന്ന് എഴുതുമ്പോൾ സാധാരണ ശദ്ദുകൾ കയറി വരും, റഹ്മാനിൽ ശദ്ദുകൾ കയറി വരും. അങ്ങനെ ശദ്ദു വേണ്ട, വള്ളിയും പുള്ളിയും ഒന്നും വേണ്ട, ഫത്തഹ കിസർ ഒന്നും വേണ്ട, അല്ലാതെ ഹുറൂഫുകൾ മാത്രം വേർതിരിച്ചെഴുതുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സാധാരണ നമ്മൾ ബിസ്മിയുടെ മീം എഴുതുമ്പോൾ സാധാരണ ഈ ഒരു ചുറ്റിക്കെട്ട് മുട്ടിച്ചാണ് എഴുതുന്നത്. ഇതിൽ മുട്ടാൻ പാടില്ല. ആ ചുറ്റിക്കെട്ട് ചെറിയൊരു ഗ്യാപ്പ് നിൽക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൗണ്ട് നമ്പർ 8 എഴുതാൻ പറ്റുമോ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്പർ 8 എഴുതിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല, വിരോധമില്ല. അത് നമ്മുടെ എണ്ണം തെറ്റാതിരിക്കാൻ കാരണമാകും. കാരണം 113 എന്നുള്ളത് 112 ആയാലും കൃത്യമാവില്ല, 114 ആയാലും ശരിയാവില്ല. ചില ആളുകൾ ഇങ്ങനെ എഴുതി പോകും, ഉസ്താദേ ഞങ്ങൾക്ക് 115 ആയിപ്പോയി, ഞങ്ങൾക്ക് 120 ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പലരും പറയും. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. എണ്ണം കൃത്യമാകണം. ആ എണ്ണത്തിലേക്ക് ഒരുപാട് സിറുണ്ടാവും. അപ്പോൾ എണ്ണം കൃത്യമാകാൻ വേണ്ടി പ്രത്യേകം അക്കമിട്ട് നമ്പർ 8 എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എഴുതുമ്പോൾ കൃത്യമായ നിയ്യത്ത് കൽബിൽ വേണം. അള്ളാഹുവെ പടച്ചവനെ, മക്രൂഹായ ഞാൻ വെറുക്കുന്ന ഒന്നും എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകരുത്, നിൻ്റെ കാവൽ വേണം. ഈ വർഷം സന്തോഷ ഹാപ്പിനെസ്സുള്ള സമാധാനമുള്ള വർഷമാക്കണം ഈ പരിശുദ്ധ വചനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്. ആ ഒരു നിയ്യത്തോടു കൂടെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടക്കം കുറിക്കണം. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള വിഷയമാണ്, ഉസ്താദേ കഴിഞ്ഞ വർഷം ഞങ്ങൾ എഴുതി വെച്ച ആ പരിശുദ്ധമായ ബിസ്മിയുടെ വചനം എഴുതിയ പേപ്പർ എന്ത് ചെയ്യണം? ഞങ്ങൾ റിമൂവ് ചെയ്ത് അത് മാറ്റുമ്പോൾ ഞങ്ങൾക്ക് എന്താണത് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഷെൽഫിലോ മറ്റോ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പുതിയത് എഴുതാവുന്നതാണ്. ഇനി പുതിയത് എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ
രോഗത്തിൻ്റെയോ മറ്റോ പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ പഴയത് നമുക്ക് അൽഹംദുലില്ലാ അങ്ങനെ തന്നെ ഉപയോഗിക്കാം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലരും ടോയ്ലറ്റ് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇത് പ്രത്യേകം ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ പോക്കറ്റിൽ പേഴ്സിലായിരിക്കും, അത് പ്രത്യേകം മാറ്റി പുറത്തു വച്ചിട്ട് പോകുന്നൊരവസ്ഥ. പലരും പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ കണ്ടില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, ഉസ്താദ് എപ്പോഴും മാറ്റിവെക്കൽ ഞങ്ങൾക്ക് പ്രയാസമാണ്, എന്താ ചെയ്യാൻ? ഒരു പ്രയാസവും വിചാരിക്കേണ്ട. നമുക്ക് ടോയ്ലറ്റ് ബാത്റൂമിൽ ഇത് പ്രവേശിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനമല്ലേ ഉസ്താദെ, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അത് ടോയ്ലറ്റ് ബാത്റൂമിലെല്ലാം കൊണ്ടുപോകാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അവിടെ കയറ്റുന്നതുകൊണ്ട് വിരോധമില്ലാത്ത തരത്തിലാണ് അതിൻ്റെ റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹെറൂഫുകൾ നമ്മൾ വേറിട്ട് എഴുതുന്നത് തട്ടാതെ മുട്ടാതെ. അതുകൊണ്ട് ടോയ്ലറ്റിൽ പ്രവേശിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല, പ്രത്യേകം മാറ്റിവെക്കേണ്ടതില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരുപാട് സഹോദരിമാർ ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത, മുഹറമിൻ്റെ ആദ്യ ദിവസമാണല്ലോ എഴുതേണ്ടത്, അത് നിങ്ങൾ പീരീഡ്സിൻ്റെ ടൈമിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് അശുദ്ധിയുടെ പീരീഡിൽ, നിഫാസിൻ്റെ പീരീഡിൽ കിടക്കുകയാണ്, എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ഈ പുണ്യം വേണ്ടേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവരെ, അശുദ്ധിയുടെ പീരീഡിലുള്ള ഉമ്മമാർക്ക് ഈ ഒരു വർഷം മുഴുവൻ മക്രൂഹായി വെറുക്കപ്പെടുന്ന ഒന്നും ഉണ്ടാകാതെ അള്ളാൻ്റെ കാവൽ കിട്ടുന്ന, പ്രത്യേക ബറക്കത്ത് കിട്ടുന്ന ഒരു ദിക്കറാണ് എന്നുള്ള നിയ്യത്തിൽ അവർക്കും ഇതേപോലെ എഴുതി സൂക്ഷിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ദിക്റ് എന്നുള്ള നിയ്യത്തിൽ അവർക്കും ഈ ബിസ്മി 113 വട്ടം ഓതാവുന്നതാണ്. എഴുതൽ മാത്രമല്ല, ഓതുകയും വേണം. അത് പ്രത്യേകം പരിഗണിക്കണം. ബിസ്മിക്ക് ശേഷമുള്ള ബിസ്മിയുടെ തവസ്സുൽ ദുആ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അത് പ്രത്യേകം ഓതുന്നത് കൊണ്ടും ഉമ്മമാർക്ക് യാതൊരു കുഴപ്പമില്ല. ദിക്റാന്നുള്ള നിയ്യത്ത്, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലുന്നുണ്ടല്ലോ, അതെന്താ, ഭക്ഷണത്തിന് മുമ്പുള്ള ദിക്റാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അങ്ങനെ അവർക്കും ഉപയോഗിക്കാവുന്നതാണ്, ഒരു വിരോധമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് എഴുതാൻ പീരീഡ്സിൻ്റെ സമയമൊന്നുമല്ല, പക്ഷേ ഞങ്ങൾ രോഗികളാണ്, പ്രായമുള്ള ഉപ്പമാരാണ്, കണ്ണിന് ശരിക്ക് കാഴ്ച കുറവാണ്, ഞങ്ങൾക്ക് കൈ വിറക്കുന്നവരാണ്, ഇത്രയും കൃത്യമായിട്ട് എഴുതി വെക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അസാധ്യമാണ്, എന്താ ചെയ്യുക, പോലീസ് കിട്ടണ്ടേ എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അവരോടും എഴുതുന്നവരോടും ഞാൻ മസ്റ്റായിട്ട് പറയാണ്, ചുമ്മാ എഴുതി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ എഴുതാൻ കഴിയില്ല എന്ന് കരുതി രോഗികളും മറ്റും തീരെ അവോയ്ഡ് ചെയ്ത് കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർ എല്ലാവരും തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം 113 വട്ടം ആ ഒരു എണ്ണം പാരായണം ചെയ്യണം. അത് മസ്റ്റാണ്. എഴുതുന്നവരും എഴുതാത്തവരും അങ്ങനെ പാരായണം ചെയ്തിരിക്കണം. കഴിയുന്നിടത്തോളം അത് പാരായണം ചെയ്തതിന് ശേഷം ബിസ്മിയുടെ തവസ്സുൽ ദുആ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു, അതും ചെയ്യണം. ഇനി ആ ദുആ കൂടെ ചൊല്ലാൻ കഴിയുന്നവർ കൂടെ ചൊല്ലുക, അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നത് കേട്ട് ചൊല്ലുക, അല്ലെങ്കിൽ നോക്കി ചൊല്ലുക. ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും 113 വട്ടം മസ്റ്റായിട്ടും ഈ പരിശുദ്ധമായ മുഹറമിൻ്റെ ആദ്യ ദിനത്തിൽ നമ്മൾ പ്രത്യേകം ഓതുന്ന കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾ ഈ തലേദിവസം രാത്രി ആദ്യ രാവിൽ 360 ആയത്തുൽ കുർസി ഓതുന്നുണ്ട്, പല ദിക്റുകളും ചൊല്ലുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതിന് സമയം കിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് പകൽ എഴുതിയാൽ മതിയോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എഴുതാൻ ഏറ്റവും നല്ല നേരം സുബഹി കഴിഞ്ഞിട്ട് ളുഹറിനിടയിലുള്ള നേരമാണ്. ബിസ്മി എഴുതാൻ ഉദ്ദേശിക്കുന്നവർ മുഹറം 1 അന്ന് സുബഹി കഴിഞ്ഞ് ളുഹറിൻ്റെ ഇടയിലുള്ള ആ ഒരു നേരത്തെ എഴുതാവുന്നതാണ്. ആ ഒരു സമയം കിട്ടിയില്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പായി, ദിവസം തീരുന്നതിന് മുമ്പ് പകൽ എഴുതലാണ് ഏറ്റവും നല്ലത് എന്ന് ഒന്നുകൂടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വീട്ടിൽ ഒരാൾ എഴുതിയാൽ മതിയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരാൾ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തീരെ എഴുതാൻ കഴിയില്ലാത്ത നമ്മുടെ പൊടിക്കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മ അല്ലെങ്കിൽ അവരുടെ ബാപ്പ, പിതാവ് എഴുതുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമ്മുടെ മക്കൾക്ക് കൂടെ നിയ്യത്ത് ചെയ്താൽ, അവർക്ക് എഴുതാൻ പറ്റാത്ത ഒരു ഏജാണല്ലോ ഉള്ളത്, അതിൻ്റെ പ്രതിഫലം അവർക്ക് കൂടെ കിട്ടും, അവർക്ക് കൂടെ കാവലുണ്ടാകും. എഴുതാൻ പറ്റുന്നവരൊക്കെ, ആരെങ്കിലും ഒരാൾ ഓളെ എഴുതുന്നുണ്ട് ഓനെ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു മാറിയിക്കാൻ പറ്റില്ല. കഴിയുന്നവരൊക്കെ, അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഭാഗ്യം കിട്ടിയവരൊക്കെ, കഴിയുന്നവരൊക്കെ എഴുതി വെക്കണം, ഓരോരുത്തരും എഴുതി വെക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾ ഏത് മഷി കൊണ്ടാണ്, നീല മഷി കൊണ്ട് എഴുതാൻ പറ്റുമോ, ബ്ലാക്ക് മഷി കൊണ്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് ഇന്ന മഷി കൊണ്ടേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേക നിബന്ധന കാണുന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ മനോഹരമായി എഴുതാൻ പറ്റുന്ന ബ്ലാക്ക് മഷി ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബ്ലൂ ആണ് നമ്മുടെ കയ്യിലുള്ളത്, പെന്ന്, അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പരമാവധി മനോഹരമായി, തെറ്റുകൂടാതെ, പരസ്പരം ചേരാതെ, വരികൾ വളഞ്ഞു പോകാതെ, കൃത്യമായ ഹറൂഫുകളെല്ലാം അതിൻ്റെ ഭംഗികൾ മാനിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സമയമെടുത്ത് തിരക്കൊന്നും കൂട്ടണ്ട, റാഹത്തായി എഴുതിയാൽ മതി. ഒരു കൊല്ലത്തേക്കുള്ള ബെനിഫിറ്റും ലാഭവുമാണ്. അതുകൊണ്ട് തിരക്ക് കൂട്ടിയിട്ട് അമലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രിയമുള്ളവരെ, ബിസ്മി എഴുതുമ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ്, ഉസ്താദെ ഞങ്ങൾ ഒറ്റ ഇരിപ്പിൽ തന്നെ മുഴുവനായി എഴുതി തീർക്കണോ, കുറേശ്ശെ എഴുതിയാൽ മതിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ അതിൻ്റെ അദബും മര്യാദയും നമ്മൾ
ഫസ്റ്റ് 1 തുടങ്ങിയാൽ 113 കണ്ടിന്യൂ ചെയ്യണം. അതിനിടയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പകുതി നിർത്തിയിട്ട് പോയി എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് വന്ന് ബാക്കി ബാലൻസ് പൂർത്തീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ സമയം കണ്ടെത്തണം. കൃത്യമായി ഈ സമയത്ത് തുടങ്ങിയാൽ എനിക്ക് വേറെ തിരക്കുകളില്ലാതെ എഴുതാൻ പറ്റും എന്ന് കണക്കാക്കി ആ സമയത്ത് തന്നെ മറ്റുള്ള ജോലികളിലേക്ക് പോകാതെ അത് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിന്യൂ ആയി കംപ്ലീറ്റ് എഴുതി തീർക്കണം എന്ന് മനസ്സിലാക്കണം. മറ്റൊരു സംശയം, ഞങ്ങൾക്ക് ഫോൺ വന്നാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, മറ്റൊരാൾ സംസാരിക്കാൻ പറ്റുമോ, മറ്റു കലാമുകൾ അജ്നബിയായി കലാമില്ലാതെ നമ്മൾ പരിശുദ്ധമായ ഒരു അമൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ പരിശുദ്ധമായി ബിസ്മി എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതണം, പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓതി അങ്ങനെ 113 വട്ടം എഴുത്തും ഓത്തും പൂർത്തീകരിക്കണം. അതിനിടയിൽ മറ്റു അജ്നബിയായ മറ്റു സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാക്സിമം സംസാരം ഇടയിൽ വരാത്ത തരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ എഴുതാൻ പോവാണ്, അതുകൊണ്ട് ഇനി ഇടയ്ക്ക് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പിൽ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇടയിൽ സംസാരിക്കാത്ത തരത്തിൽ തന്നെ എഴുത്ത് കൈകാര്യം ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എഴുത്തിൻ്റെ പൂർണ്ണമായ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, എഴുതുന്നവരും എഴുതാൻ പറ്റാത്ത സമയത്തുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക, 113 വട്ടം ബിസ്മി ഓതുന്ന കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ എഴുതുന്നവർ ഓരോ വട്ടം എഴുതി പൂർത്തീകരിച്ചിട്ട് ഒരു വട്ടം ഓതുക, അടുത്ത എഴുതി പൂർത്തീകരിക്കുക, ഒരു വട്ടം ഓതുക, അങ്ങനെ 113 വട്ടം പൂർത്തീകരിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനത്തിൻ്റെ തവസ്സുൽ ദുആയാണിത്. മനോഹരമായ ദുആ. ഈ ദുആ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു വട്ടം ഓതിയിട്ട് ദുആ ചെയ്യണം. പ്രത്യേകം ഓർക്കണം. നമുക്ക് ബിസ്മിയുടെ തവസ്സുൽ ദുആ ഒന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم إني أسألك بحق بسم الله الرحمن الرحيم وبحرمة بسم الله الرحمن الرحيم وبفضل بسم الله الرحمن الرحيم وبعظمة بسم الله الرحمن الرحيم وبجلال بسم الله الرحمن الرحيم وبجمال بسم الله الرحمن الرحيم وبكمال بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وببهاء بسم الله الرحمن الرحيم وبكرامة بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم وببركة بسم الله الرحمن الرحيم وبعزة بسم الله الرحمن الرحيم وبقوة بسم الله الرحمن الرحيم وبقدرة بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ ബിസ്മിയുടെ തവസ്സുൽ ദുആ. ഇതുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്തിന് പിന്നെ എവിടെയും പോകണ്ട, ദുആ പിന്നെ ആവർത്തിക്കണ്ട. ഉറപ്പായിട്ടും എന്തും ചോദിക്കാം, ഒരു കാര്യം മാത്രമാക്കണ്ട, എന്തും ചോദിക്കാം. അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ബിസ്മി എഴുതാൻ വേണ്ടി ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ ഒരുങ്ങുന്ന ആളുകൾ ഏറ്റവും നല്ല സമയം, ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത്, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പൂർണ്ണ കൂലി കിട്ടാൻ വേണ്ടി ഓതേണ്ട തവസ്സുൽ ദുആ അടക്കമുള്ള മുഴുവൻ സഹോദരിമാർക്കും എളുപ്പം എഴുതാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് എങ്ങനെയാണ് സംവിധാനിക്കാൻ പറ്റുന്നത്, അതിൻ്റെ മുഴുവൻ വിഷയങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തണം. എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം, ഓർമ്മപ്പെടുത്തണം. ഈ പരിശുദ്ധമായ നന്മയിൽ എല്ലാവരെയും ഭാഗവാക്കാക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. വാഹിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.